ഹായ്, എല്ലാവർക്കും സ്വാഗതം. സ്പോക്കൺ ഹിന്ദിയുടെ നമ്മുടെ 16ാമത്തെ ക്ലാസ് ആണ് അല്ലേ. 15 ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ കുറേ ഗ്രാമർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദിവസം ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ സിറ്റുവേഷനിലും നമ്മൾ ആ ഒരു കോമൺ സെൻറ്റൻസ് പഠിച്ചാൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ക്ലാസ് ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കിയാണ്. കഴിഞ്ഞ ക്ലാസ് പഠിക്കാത്തവർ ആദ്യം ഇത് പഠിക്കണം, എന്നാലും നമുക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു മുജ്സെ തുജ്സെ തുംസെ ആപ്സെ. മുജ്സെ പഠിച്ചാൽ നിങ്ങൾക്ക് തുജ്സെ തുംസെ ആപ്സെ പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിലും. നിങ്ങൾക്ക് ഉസ്സെ ഉസ്സെ ടീക്കെ ഉസ്സെ അതൊക്കെ വിട്, വേർബ് പ്ലസ് എ അതൊക്കെ വിട്, അതൊന്നും നമുക്ക് പഠിക്കണ്ട. ഉസ്സെ അതുപോലെ തന്നെ ഇസ്സെ ടീക്കെ, ഉൻസെ ഇൻസെ ടീക്കെ, ഉസ്കോ അല്ലെങ്കിൽ ഇസെ എന്താണ്, ഇസ്കോ എന്താണ്, ഇസെ എന്താണ്. ഓക്കെ, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൺഫ്യൂഷനാണ് അറിയാം, ബട്ട് ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് നൈസായിട്ട് ഇത് ഉപയോഗിക്കാനും പറ്റും. ഓക്കെ, എവിടെ ഉപയോഗിക്കാൻ പറ്റും, അല്ലാണ്ട് ഒരു സിറ്റുവേഷൻ മാത്രം ചായക്കടയിൽ പോയിട്ടില്ല, അല്ലാണ്ട് സബ്ജി കടയിൽ പോയിട്ടില്ല, അങ്ങനെയല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മളെങ്ങനെ പഠിക്കുന്നത് വെച്ചാൽ ഈ ക്ലാസ് പഠിച്ചാൽ നിങ്ങൾക്ക് എവിടെയും ഉപയോഗിക്കാൻ പറ്റും. ഇത് കണ്ട് നിങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട. ഇപ്പം നിങ്ങൾക്ക് സേ അറിയാം അല്ലേ. സേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉസ്സേ എന്ന് പറയാൻ പറ്റും. സേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിന്ന്, ഓട്, ഉടെ, മുതൽ, കമ്പയർ ചെയ്യാൻ, കൊണ്ട്, ഇതിനൊക്കെയാണ് നമ്മൾ സേ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉസ്സയുടെ അർത്ഥം എന്തൊക്കെയുണ്ട് നിങ്ങൾക്കറിയാം. വെഹിൻ്റെ അർത്ഥം എന്താണ്? അവൻ, അവൾ, അത്, ആ അല്ലേ. വേ പ്ലസ് എ അല്ലേ ഉസ്സ എന്നായി മാറുന്നത്. അപ്പോൾ അത്രയും അർത്ഥം വരണ്ടേ ഇതിന്, വരണ്ടേ. അപ്പോൾ ഉസ്സയുടെ അർത്ഥം എന്താ വരുന്നത് വെച്ചാൽ അവനിൽ നിന്ന്. ഓക്കെ, നിങ്ങൾ നിന്ന് കേട്ടില്ലേ, മുകളിൽ കണ്ടില്ലേ സേ എന്നുള്ളതിൽ. അപ്പം അവനിൽ നിന്ന് ഉസ്സെ, അവളിൽ നിന്ന് ഉസ്സെ, ഇത് രണ്ടിനും ഉസ്സെ തന്നെ. അവനോട് അല്ലെങ്കിൽ അവളോട് ഉസ്സെ. ഓക്കെ, അവനെ മുതൽ, ഓക്കെ, അവനെ മുതൽ അല്ലെങ്കിൽ അവൾ മുതൽ, ഓക്കെ, ഉസ്സെ. അവനേക്കാൾ അല്ലെങ്കിൽ അവളേക്കാൾ ഉസ്സെ. അവനെ കൊണ്ട് അല്ലെങ്കിൽ അവളെ കൊണ്ട് ഉസ്സെ. അതിൽ നിന്ന് അല്ലെങ്കിൽ അത് മുതൽ, അതിനേക്കാൾ, അതിനെ കൊണ്ട്. ഇത്രയും പഠിക്കാനുണ്ട് നമുക്ക് ഈ ഉസ്സെ എന്ന് പറയണമെങ്കിൽ. ഓക്കെ, ഈ ഉസ്സെ നമുക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഇസ്സെ പറയണമെങ്കിലോ ഒന്നും ചെയ്യാനില്ല, അവൻ എന്നുള്ളടത്ത് നമ്മൾ ഇവൻ ആക്കിയാൽ മതി. ഓക്കെ, ഇവനിൽ നിന്ന്, ഇവളിൽ നിന്ന്, ഓക്കെ, ഇവനോട്, ഇവളോട്, ഇവൻ മുതൽ, ഇവള് മുതൽ, ഇവനേക്കാൾ, ഇവളേക്കാൾ, ഇവനെ കൊണ്ട്, ഇവളെ കൊണ്ട്, ഇതിൽ നിന്ന്. ഓക്കെ, അതുപോലെ തന്നെ ഇത് മുതൽ, ഇതിനേക്കാൾ, അതിനേക്കാൾ. ഓക്കെ, അപ്പോൾ ഉസ്സെ പഠിച്ചാൽ നമുക്ക് ഇസ്സെ പറയാൻ പറ്റില്ലേ? പറ്റും. അർത്ഥം ഒരു വ്യത്യാസമില്ല, ആ എന്നുള്ളിടത്ത് ഈ നായി, അത്രയേ ഉള്ളൂ. സെയിം ഉൻസെ. ഉൻസെ എന്താണ്? വേ പ്ലസ് എ ആണ് ഉൻസെ എന്നായി മാറുന്നത്. ടീക്കെ, അതുപോലെ തന്നെ എ പ്ലസ് എ ആണ് ഇൻസെ എന്നായി മാറുന്നത്. ഉൻസെ പഠിച്ചാൽ ഞങ്ങൾക്ക് ഇൻസെ പറയാം. ഓക്കെ, നമ്മൾ അവിടെ എല്ലാം അവൻ, അവളാണെങ്കിൽ ഇവിടെ എന്തായി വരും? അവർ. ഇവിടെ കുറച്ച് അർത്ഥം കുറവാണ്, കാരണം അവിടെ രണ്ടിനും ഒരേ അർത്ഥമാണ്. അവൻ, അവൾക്ക് രണ്ടിനും ഒരേ അർത്ഥമായതുകൊണ്ടാണ് അവിടെ അങ്ങനെ വന്നത്. ഇവിടെ അവരിൽ നിന്ന് അല്ലെങ്കിൽ അവരോട്, ഓക്കെ, അവരെ മുതൽ, അവരേക്കാൾ, അവരെ കൊണ്ട് അല്ലെങ്കിൽ അവയിൽ നിന്ന്, അവയെ, അവയേക്കാൾ, അവയെ കൊണ്ട്. ഓക്കെ, ഇത്രയും അർത്ഥം എന്തുണ്ട് ഉൻസേക്കുണ്ട്. ഇൻസേക്കോ ഇവരിൽ നിന്ന്, ഇവരോട്, ഇവരെ മുതൽ, ഓക്കെ, ഇവരേക്കാൾ, ഇവരെ കൊണ്ട്, ഇവരിൽ നിന്ന് അല്ലെങ്കിൽ ഇവയിൽ നിന്ന്, ഇവരിൽ നിന്ന് അവിടെയാണ് വരിക. ഓക്കെ, ഇവയെ, ഇവയേക്കാൾ, ഓക്കെ, അതുപോലെ തന്നെ ഇവയെ കൊണ്ട്. ഇത്രയും അർത്ഥം വരുന്നുണ്ട് നമുക്ക്. പിന്നെ ഇതേ സംശയം ഐ തിങ്ക് നമ്മുടെ മുമ്പ് ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉസേ അല്ലേ. ഉസേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുമോ? അവന്, അവൾക്ക്, അതിന് എന്നാണ് അർത്ഥം. ഓക്കെ, അവനെ, അവളെ, അതിന് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉസേ എന്ന് ഉപയോഗിക്കുന്നത്. വേ പ്ലസ് സ്കോ ആണ് ഉസേ എന്നായി മാറുന്നത്. ഓക്കെ, വേ പ്ലസ് സേ ആണ് ഉസ്സേ എന്നായി മാറുന്നത്. ഓക്കെ, ഇപ്പം ഇത് വളരെ വ്യക്തമായി എന്ന് തോന്നുന്നു അല്ലേ. കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ സംഭവത്തിൽ. ഇനി ആ സംഭവം ഇനി ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഇസ്കോ, ഇസേ. ഓക്കെ, വേ പ്ലസ് കോ ആണ് ഇസ്കോ അല്ലെങ്കിൽ ഇസേ എന്നായി മാറുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഉസേ ബത്താവോ, അവനോട് പറയൂ. ഉസേ ബത്താവോ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമായി. അവനോട് പറയൂ അല്ലെങ്കിൽ അവളോട് പറയൂ. ഓക്കെ, ഉസേ ബത്താവോ, അവനോട് പറയൂ അല്ലെങ്കിൽ അവളോട് പറയൂ. രണ്ടിനും നമ്മൾ ഉസേ ബത്താവോ എന്നാണ്
ഉപയോഗിക്കുന്നത്. ഓക്കെ, ഉസ്സേ ഉസ്സേ കോയി ഉമ്മീദ് മത് രഖോ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഉസ്സേ കോയി ഉമ്മീദ് മത് കറോ, അവനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്, അവളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറയാൻ നമ്മളിങ്ങനെ പറയും, ഉസ്സേ കോയി ഉമ്മീദ് മത് രഖോ, അല്ലെങ്കിൽ ഉസ്സേ കോയി ഉമ്മീദ് മത് കറോ, ഉസ്സേ കോയി ഉമ്മീദ് മത് കറോ, അവനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്, ഉസ്സേ കോയി ഉമ്മീദ് മത് കറോ, അവളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. ഇത് രണ്ടിനും നമ്മൾ ഉസ്സേ എന്നാണ് ഉപയോഗിക്കുന്നത്. ഉസ്സേ 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 എന്നേ പറയുള്ളൂ പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് അറിയേണ്ടത്. അടുത്ത നമുക്ക് നോക്കാം, ഏ ഉസ്സേ അച്ഛാ ഹെ, ഇത് അതിനേക്കാൾ നല്ലതാണ്. ഏ ഉസ്സേ അച്ഛാ ഹെ, ഉസ്സേ അച്ഛാ ഹെ, ഇത് അതിനേക്കാൾ നല്ലതാണ്. ഏ ഉസ്സേ ബെഹത്തർ ഹെ, അങ്ങനെയും പറയാം നമുക്ക്. ഏ ഉസ്സേ ബെഹത്തർ ഹെ, ഇത് എന്താണ്? അതിനേക്കാൾ നല്ലതാണ്, ബെറ്ററാണ്. അപ്പോൾ ബെഹത്തർ ഹെ എന്ന് പറയാം. ഓക്കെ, ഇവിടെ എന്താ അർത്ഥം വന്നത്? അതിനേക്കാൾ എന്ന് വന്നു. ഓക്കെ, ഏ ഉസ്സേ അച്ഛാ ഹെ, ഇത് അതിനേക്കാൾ നല്ലതാണ്. നമുക്ക് ഇതിനേക്കാൾ എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ തെറ്റിക്കില്ല. ഏ ഇസ്സേ അച്ഛാ ഹെ, ഇത് അത് വോ ഇസ്സേ അച്ഛാ ഹെ, അത് ഇതിനേക്കാൾ നല്ലതാണ്. ആദ്യം നമുക്ക് പറയാം, ഏ ഉസ്സേ അച്ഛാ ഹെ, ഇത് അതിനേക്കാൾ നല്ലതാണ്. ടീക്കെ, വോ ഇസ്സേ അച്ഛാ ഹെ, അത് ഇതിനേക്കാൾ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഉസ്സേ പഠിച്ചാൽ നമുക്ക് ഇസ്സേ പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ അറിയണം? നിങ്ങൾക്ക് ഉസ്സേ എന്താണെന്ന് അറിയണം. ഓക്കെ, ഉൻസേ നമുക്കറിയാം, അവരിൽ നിന്ന്, അവരോട്, അവർ മുതൽ, അവരെക്കാൾ, അവരെ കൊണ്ട്, അവയിൽ നിന്ന്, അവയെ, ഇങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഉൻസേ കാം കർവാവോ എന്നാണ് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക. 2 ബംഗാളികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഉൻസേ കാം കർവാവോ, അവരെ കൊണ്ട് പണിയെടുപ്പിക്കൂ. നമുക്ക് ഇവരെ കൊണ്ട് എന്ന് പറയണമെങ്കിലോ ഇൻസേ കാം കർവാവോ. ഓക്കെ, ഇൻസേ കാം കർവാവോ, ഉൻസേ കാം കർവാവോ, അവരെ കൊണ്ട് പണിയെടുപ്പിക്കൂ. ഇൻസേ കാം കർവാവോ, ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കൂ. ഓക്കെ, നോക്കാം നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം നമുക്ക്. ഏ ഉൻസേ അച്ചി സബ്ജി ഹെ, അവയേക്കാൾ, ഞാൻ പറഞ്ഞു അവരെക്കാൾ അല്ലെങ്കിൽ അവയേക്കാൾ എന്ന് പറയാൻ നമ്മൾ ഉൻസേ എന്ന് ഉപയോഗിക്കും. ഓക്കെ, ഏ ഇത്, ഉൻസേ അവയേക്കാൾ, ഈ ഉൻസേ അച്ചി സബ്ജി ഹെ, അച്ചി സബ്ജി ഹെ, സബ്ജി എന്ന് പറഞ്ഞ ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ അച്ചി സബ്ജി ഹെ എന്ന് പറയും. ഓക്കെ, സബ്ജി എന്താണോ അതിന് കണക്കായിട്ട് നമ്മൾ അച്ചി എന്ന് ഉപയോഗിച്ചു. ഓക്കെ, അതൊരു പുരുഷ ശബ്ദമാണെങ്കിൽ നമ്മൾ അച്ച എന്ന് ഉപയോഗിക്കും. അപ്പോൾ ഏ ഉൻസേ അച്ചി സബ്ജി ഹെ, അവയേക്കാൾ മികച്ച പച്ചക്കറിയാണിത്. ഏ വോ ഇൻസേ അച്ചി സബ്ജി ഹെ, അത് ഇതിനേക്കാളും നല്ല സബ്ജിയാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എവിടെ ഉപയോഗിക്കാമല്ലോ അല്ലേ? അതായത് നമ്മൾ ഗ്രാമർ ഒരു സൈഡിലേക്കൂടെ പോകുന്നുണ്ട്, സെൻറ്റൻസും ഒരു സൈഡിലേക്കൂടെ പോകുന്നുണ്ട്. ഓക്കെ, ഗ്രാമറിൻ്റെ കൂടെ തന്നെ സെൻറ്റൻസുകളും, അത് നമുക്ക് എവിടെ ഉപയോഗിക്കുന്ന രീതിയിൽ എങ്ങനെയൊക്കെ സംസാരിക്കാം. ഓക്കെ, ഇഷ്ടപ്പെടുന്നവരെന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ടിന് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഏ ഉൻസേ അച്ചി സബ്ജി ഹെ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളെ തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, ഈ മുജ്സേ തുജ്സേ തുംസേ ആപ്സേ പഠിച്ചവർക്ക് ഒരു തെറ്റില്ലാതെ ഉസ്സേ അല്ലെങ്കിൽ ഇസ്സേ, അതുപോലെ ഉൻസേ ഇൻസേ, ടീക്കെ, എപ്പോഴും തെറ്റിക്കുന്നതാണ് നിങ്ങൾ അല്ലേ? ഈ ഉസ്സേയും ഉസ്സേയും രണ്ടർത്ഥമാണ്. ഓക്കെ, രണ്ടർത്ഥമാണ്. അപ്പോൾ ഉസ്സേ എന്ന് പറഞ്ഞാൽ വേ പ്ലസ് സേ ആണ് ഉസ്സേ എന്നായി മാറുന്നത്. ടീക്കെ, വേ പ്ലസ് സേ ആണെങ്കിൽ യഹ് പ്ലസ് സേ ആണ് ഇസ്സേ എന്നായി മാറുന്നത്. അവിടെയോ വേ പ്ലസ് കോ ആണ് ഉസ്സേ എന്നായി മാറുന്നത്. ടീക്കെ, അതുപോലെ തന്നെ യഹ് പ്ലസ് കോ ആണ് ഇസ്കോ അല്ലെങ്കിൽ ഇസേ എന്നായി മാറുന്നത്. ഓക്കെ, അപ്പോൾ പറയുമ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ പറയാം, ഉസേ ഇസേ എന്നൊക്കെ പറയും. ഓക്കെ, ഉസേ ഇസേ എന്നൊക്കെ പറയും. പക്ഷേ ഉസുസേ എന്നാണത് നമ്മൾ കറക്റ്റ് എഴുതുമ്പോൾ ഉസുസേ എന്നാണ് എഴുതുക, പറയുമ്പോൾ നമ്മൾ ഉസേ എന്ന് പറയും. അതുപോലെ തന്നെ ഇസ്സേ എന്ന് പറയാതെ നമ്മൾ ഇസേ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ 2 ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചേ? മുജ്സേ, തുജ്സേ, തുംസേ, ആപ്സേ. മുജ്സേ പഠിച്ചാൽ നമുക്ക് ബാക്കി ഈ 4 പറയാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെയാണ് ഉസ്സേ പഠിച്ചാൽ നമുക്ക് ഇസ്സേ പറയാൻ പറ്റും. ഓക്കെ, ഉൻസേ പഠിച്ചാൽ നമുക്ക് ഇൻസേ പഠിക്കാൻ പറ്റും. ഉസ്സേ പഠിച്ചാൽ നമുക്ക് ഉസ്കോ പഠിച്ചാൽ നമുക്ക് ഇസ്കോ പറയാം, അല്ലെങ്കിൽ ഉസേ പഠിച്ചാൽ നമുക്ക് ഇസേ പറയാൻ പറ്റും അല്ലേ? അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് അല്ലേ? ഓക്കെ, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സെൻറ്റൻസുകളും മീൻസ് 1-3-4 സെൻറ്റൻസുകളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക്
അതിൻ്റെ കോമൺ സെൻസ് മനസ്സിലായില്ലേ, ഫൗണ്ടേഷൻ കിട്ടിയില്ലേ, ഇനി നിങ്ങൾക്ക് സുഖമായിട്ട് എവിടെയും സംസാരിക്കാമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ക്ലോസ് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം പുതിയ വീഡിയോയുമായിട്ട്. എല്ലാവർക്കും ബൈ.